ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഗംഗാധരനും മാലതിയും. വഴിയിൽ വെച്ച് മാലതി ഗംഗാധരനോടായി ഒരു കാര്യം സൂചിപ്പിക്കുന്നു. വീട്ടിൽ നിൽക്കുന്ന ഗംഗാധരൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നത് അത് അലീനയെ പറ്റിയാണെന്നാണ്. മാലതി പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ഗംഗാധരൻ ഇപ്പോൾ മാലതിയുടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. അലീന സ്നേഹനികേതത്തിലുണ്ടെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അവളെ തന്നെ പോയി അവിടുന്ന് കൂട്ടി അമ്മയ്ക്ക് ഹോം നഴ്സായി കൊണ്ടുവന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് വൈജയന്തി പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ച മകളാണ് അലീന. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഗംഗാധരനും മാലതിയും വൈജയന്തിയെ ഉപദേശിക്കുന്നു. നിന്റെ എടുത്തുചാട്ടവും മുൻകോപവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നു. നിങ്ങളപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നു എന്ന് വൈജ ചോദിക്കുമ്പോൾ നിന്റെ ഭാഗത്തും തെറ്റില്ലേ, നീയും ശരിയാണോ എന്നുള്ള ഗംഗാധരന്റെ ചോദ്യത്തിനു മുമ്പിൽ പതറി നിൽക്കുകയാണ് വൈജ. പെട്ടെന്ന് തന്നിലേറ്റൊരു പ്രഹരം എന്ന പോലെ ഗംഗാധരന്റെ ചോദ്യം വൈജയന്തിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അത് കേട്ടപാടെ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വൈജയന്തി ഇറങ്ങിപ്പോകുന്നു.